കൂട്ടുകാരെ, എൻ്റെ പേര് സുഗന്ധി. ഞാൻ ചക്കപ്പഴം അടിച്ച് ഒരു വരട്ടിയെടുക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയാണ് ഞാനിനി ചക്ക അടിക്കാൻ പോവുകയാണ്. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകണം. എല്ലാവർക്കും എൻ്റെ മുഖമൊരു നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, ചക്ക മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഇനി ശകലം കപ്പലണ്ടി വരട്ടി കോരിയിട്ട് ആ എണ്ണയിൽ ഇത് മൂപ്പിക്കുകയാണ്. എല്ലാവരും കാണണേ, എല്ലാവരും ചെയ്യണം. ഇത് സാധാരണക്കാരുടെ അണ്ടിപ്പരിപ്പാണ് കപ്പലണ്ടി. എണ്ണ മൂത്തിട്ടുണ്ട്. കപ്പലണ്ടിയിലേക്ക് ഇടയാണ്. കപ്പലണ്ടി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കോരി മാറ്റുകയാണ്. ആ വെളിച്ചെണ്ണയിൽ തന്നെ ചക്ക അടിച്ച് വെച്ചത് ഇടയാണ്. ഇതിൽ ഇപ്പം ഏലക്കയും ഇട്ടിട്ടുണ്ട്. ഇളക്കി കൊടുക്കാൻ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കണം. അത് പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കെന്താ നല്ല കട്ടിക്ക് കിട്ടും.
കൂട്ടുകാരെ, ഇത് ഞാൻ പിന്നെ എണ്ണയെ വരട്ടിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണോ ഉപയോഗിക്കാം. പിന്നെ ഇത് ഐസ്ക്രീം കപ്പിൽ കോരി അങ്ങനെ കഴിക്കാം. നമുക്ക് ബാക്കിയുള്ള തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലുമായിട്ട് കഴിക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവരും ഉണ്ടാക്കണം, കഴിക്കണം. നല്ല രുചിയാണ്. പിന്നെ എന്തെങ്കിലും എൻ്റേതായ രീതി ഞാൻ ചെയ്തതാണ്. ചക്കപ്പഴം അതിൻ്റെ കുരു കളഞ്ഞ് അത് മിക്സിയിലടിച്ചു. ഇത്തിരി എണ്ണ ഒഴിച്ച് അതിൽ കപ്പലണ്ടി വറുത്ത് കോരി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ഇത് ഞാൻ വറുത്തിയതാണ്. പിന്നെ എല്ലാവരും എടുത്ത് കഴിക്കണം. ഇതിൻ്റെ മീതെ കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ സെറ്റ് ചെയ്യുമ്പോഴും കപ്പലണ്ടി അത് ആവശ്യത്തിന് കോരി എടുക്കുന്നതാണ്. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. എല്ലാവർക്കും എൻ്റെ നുറുനൂറ് നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, ഞാനുണ്ടാക്കിയ ചക്കയാണ്. ചക്കപ്പഴം മിക്സിയിൽ അടിച്ചെടുത്ത് എണ്ണ ഒഴിച്ച് വറുത്തിയതാണ്. എങ്ങനെ വേണോ കഴിക്കാം. കേക്കായിട്ടും കഴിക്കാം, പിന്നെ അലുവയായിട്ടും കഴിക്കാം. നമുക്കിത് അതാണ് തണുപ്പിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചക്ക അപ്പം ഉണ്ടാക്കാം. നമുക്ക് എന്ത് വേണോ ഉണ്ടാക്കാം. നല്ല രുചിയുണ്ട്. ഉണ്ടാക്കണം. ഇതിൽ വേറെ ഒന്നും ചേർന്നിട്ടില്ല. ചക്കപ്പഴം അരിഞ്ഞ് മിക്സിയിലടിച്ച് അതിൽ 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇത്തിരി എണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് കപ്പലണ്ടി പിന്നെ വറുത്ത് കോരി ആ എണ്ണയിൽ തന്നെ ഈ ചക്ക അടിച്ച പേസ്റ്റ് ഒഴിച്ച് വരട്ടിയെടുത്താണ്. നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ കേക്ക് പോലെ ഇരിക്കുന്നു, നമുക്ക് അലുവയെ പോലെ ഇരിക്കുന്നു. എൻ്റെ കൊച്ചുമോള് വന്ന് കഴിക്കാൻ പോവുകയാണ്. Super.